ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. തുടർന്ന് അല്പസമയം ദൈവവചനം ധ്യാനിപ്പാനായിട്ട് നാം കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 36 മുതൽ 42 വരെയുള്ളതാകുന്ന വേദഭാഗം ദയവായി വായിപ്പാനായി താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോഴോ ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. വായിച്ചോ 42 വരെ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവന്നു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി പിതാവേ, ഞാൻ കുടിക്കാതെ നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം മുഴുവൻ വായിച്ചത് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിപ്പാൻ പോകുന്ന വിഷയം അതിൻ്റെ 41-ാമത്തെ വാക്യമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ക്രിസ്ത്യ ജീവിതത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ദൈവിക ദാനങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദാനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ദൈവികമാകുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ് എന്ന് പറയുവാനുള്ള കാരണം? ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. റോമാലേഖനം 8:15 നമ്മളിങ്ങനെ വായിക്കുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഗലാത്യലേഖനം 4:6 ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിലും അതിൻ്റെ 14 മുതൽ 16 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാകയാൽ പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാകുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം ഒന്ന് എടുത്തോളൂ. ഓക്കെ. അല്ല, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നോക്കുക, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഈ വേദഭാഗവും പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം ശ്രദ്ധിക്കണം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഓവർകമ്മിങ് ടെംപ്റ്റേഷൻ ത്രൂ പ്രെയർ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമായോ എന്ന് വിലയിരുത്തുന്നത് എത്രത്തോളം അതിന് മറുപടി ലഭിച്ചു എന്നുള്ള വെളിച്ചത്തിലാണ്. പ്രത്യേകിച്ച് മറുപടി എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അതുപോലെ കിട്ടി എന്നുള്ളത് വെക്കുമ്പോൾ, എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥന വളരെ
ഇഫക്റ്റീവായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പലരും ബോസ്റ്റ് ചെയ്യാറുണ്ട്. പലരും അതിനെക്കുറിച്ച് വളരെ അഹന്തയോടെ സംസാരിക്കാറുണ്ട്. ഇത് ചുമ്മാ ഒന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ച് നേടിയതാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് നേടിയ ഒരു കാര്യത്തെ കണ്ടിട്ട് നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥന വളരെ ഫലപ്രദമായിരുന്നു, ഭയങ്കര എഫക്റ്റീവായിരുന്നു എന്ന് പറയും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് നാം ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴും മറുപടി കിട്ടുന്നത് നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമായിരുന്നു എന്നതിൻ്റെ തെളിവല്ല. എനിക്കറിയാതെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ചില വാക്യങ്ങൾ വായിച്ചു. നാം പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന എഫക്റ്റീവായിരുന്നു എന്നതിൻ്റെ അളവുകോലാണ് നമുക്ക് പലർക്കും നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ നടക്കുക. എന്നാൽ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് പ്രാർത്ഥന ഫലപ്രദമായിരുന്നു എന്നതിൻ്റെ തെളിവല്ല. ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചോ, വേദപുസ്തകത്തിലെ വാക്യങ്ങളാണേ. സങ്കീർത്തനം 106:15 എടുത്തു വായിച്ചു. നിങ്ങൾ എടുത്തു വായിക്കാൻ ഞാൻ നിങ്ങൾക്ക് എന്തോ ഇന്നൊരു മടി. ആ നോക്കുക, അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണങ്ങൾക്ക്. അപ്പം നോക്കണേ, അവരപേക്ഷിച്ചതുപോലെ കർത്താവ് എന്ത് ചെയ്തു? കൊടുത്തു. പക്ഷെ പ്രാണങ്ങൾക്ക് ക്ഷയമയച്ചു. എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ മറുപടി ഫലപ്രദമല്ലായിരുന്നു. ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമുള്ളതല്ലായിരുന്നു. ഇഷ്ടമല്ലാഞ്ഞിട്ടും അവർക്ക് എന്ത് കിട്ടി? മറുപടി കിട്ടി. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി വെച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന വളരെ ഇഫക്റ്റീവാണെന്ന് നമ്മൾ കരുതരുത്. ഒരു വാക്യം കൂടെ വായിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. പശ്ചാത്തലം നമുക്കറിയാവുന്നത് കൊണ്ട് അധികം വിശദീകരിക്കാതെ അതൊന്ന് വായിച്ചങ്ങ് പോകാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ. നമുക്കറിയാം, ആ പശ്ചാത്തലം അറിയാം. ദൈവത്തോട് മോശ ഇങ്ങനെ പ്രതിവാദിക്കുകയാണ്, എന്നെ അയക്കേണ്ട, എനിക്ക് വാക്ചാതുര്യമൊന്നുമില്ല, മുൻപ് തന്നെ എനിക്ക് വാക്ചാതുര്യം ഇല്ലാത്തവനായിരുന്നു. ഉടനെ കർത്താവ് ചോദിക്കുന്നതാകുന്ന മറുപടി, യഹോവയാകുന്ന ദൈവം അവനോട് പറയുന്നത്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായ ഞാൻ അല്ലയോ? ആകയാൽ നീ ചെല്ലുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്തായിരുന്നു അവിടെ? ദൈവത്തിൻ്റെ ഹിതം മോശയുടെ വിക്ക് മാറ്റാൻ ദൈവത്തിന് ഒരു പ്രയാസമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം വിക്കനാകുന്ന മോശയെ കൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കാനായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ മോശ എന്ത് ചെയ്തു? അടുത്ത വാക്യം എന്നരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ നിന്റെ വിക്ക് ഞാനിപ്പോൾ തൽക്കാലം മാറ്റുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുകയാണ് എന്ന് കർത്താവ് മോശയോട് പറഞ്ഞു. എന്നാൽ അടുത്ത വാക്യം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം. എന്നിട്ട് എന്തോ പറഞ്ഞു? നിന്റെ സഹോദരനാകുന്ന അഹരോനെ കൂട്ടിക്കൊണ്ട് വെക്കൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഈ 2 വാക്യങ്ങളല്ല, ഒത്തിരി വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എങ്കിൽ ഈ 2 വാക്യങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തമായല്ലോ, പ്രാർത്ഥിച്ചതുപോലെ മറുപടി എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ നാം പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമുക്ക് മറുപടി കിട്ടുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം
ഏറ്റവും ഫലപ്രദമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവല്ല. പലരും അങ്ങനെയാണ് കരുതുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ കാര്യങ്ങളും ഫലപ്രദമാണ് എന്നതിൻ്റെ തെളിവാണ് എന്നാണ് നാം കരുതുന്നത്. അങ്ങനെയല്ല. വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളിലും ദൈവത്തിൻ്റെ കോപം ആ പ്രാർത്ഥനയുടെ മറുപടിക്കൊപ്പം ദൈവം അയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നിശ്ചയമായിട്ടും അത് ഫലപ്രദമാകുന്ന പ്രാർത്ഥനയല്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആകട്ടെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഫലപ്രദമാണോ അല്ലയോ എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്? ആ ഒരു ചിന്തയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനുള്ളത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പരീക്ഷയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ so that you will not fall into temptation. പരീക്ഷയിൽ കൂടെ നമ്മൾ കടന്നു പോകയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പരീക്ഷയിൽ, പ്രലോഭനങ്ങളിൽ നമ്മൾ തോറ്റുപോകാതിരിക്കുന്നതും, പിന്നെ നമ്മൾ ആ വായിച്ച വേദഭാഗം 36 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കും. പരീക്ഷകളിൽ, പ്രലോഭനങ്ങളിൽ നമ്മൾ ജയിക്കുന്നതും ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നതുമാണ് ഫലപ്രദമാകുന്ന പ്രാർത്ഥന. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന എൻ്റെ ചിന്ത. അതായത് നമ്മുടെ ചിന്ത ഫലപ്രദമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് കർത്താവ് തരിക എന്നുള്ളതാണ്. അതാ ഒരു കോമൺ കൺസെപ്റ്റ്. എന്നാൽ ഫലപ്രദമാകുന്ന പ്രാർത്ഥന എന്നുള്ളത് നാം ചോദിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നതല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിലെ പലവിധമാകുന്ന ടെംപ്റ്റേഷൻസിൽ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. ദൈവഹിതപ്രകാരം നമുക്കായിരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രാർത്ഥന ഇഫക്റ്റീവായോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ, 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ, കൊള്ളാം, നല്ല കാര്യം. പക്ഷേ ആ പ്രാർത്ഥന ഫലപ്രദമായോ എന്നെങ്ങനെ അറിയാം? ആ പ്രാർത്ഥന ഫലപ്രദമായോ എന്നറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പാപത്തിന്മേലും പ്രലോഭനങ്ങളിന്മേലും നമുക്ക് ജയമുണ്ട് എന്നത് നമ്മെ തന്നെ അളക്കുമ്പോൾ അറിയാം എൻ്റെ പ്രാർത്ഥന ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന്. അല്ലാത്ത പ്രാർത്ഥനയൊന്നും ഇഫക്റ്റീവ് പ്രെയർ അല്ല എന്നത് വിശദീകരിക്കാം. നിങ്ങൾ ദയവായി ആ വേദഭാഗം ശ്രദ്ധിക്കണേ. നമ്മൾ ആ ഭാഗം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കർത്താവ് എന്നോട് ഇടപെടുന്ന, ഞാൻ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എങ്ങനെയാണ് കർത്താവോട് പറയുന്നത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മൾ എങ്ങനെയാണ് പരീക്ഷയിൽ അകപ്പെടുന്നത്? പരീക്ഷയിൽ നമ്മൾ അകപ്പെടുക എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുന്നത്. പരീക്ഷയിൽ തോറ്റുപോകുന്നത് എങ്ങനെയെന്ന് ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയിലൊന്നും തോറ്റുപോകുന്നവർ അല്ലെന്നൊരു ചിന്തയുണ്ട്. കാരണം
നമ്മൾ ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ലെസ്സർ മോർട്ടൽസിനെ പോലെ ഒന്നും ഉള്ളവരൊന്നുമല്ല. ഈ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു അതായത് വാസ്തവത്തിൽ അങ്ങനെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സുരക്ഷിതത്വബോധം, ഞാൻ വിശദീകരിക്കാതെ. മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. നമ്മൾ ദൈവവചനത്തെ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടും, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമ്മൾ സ്നാനപ്പെട്ടവരാ, നമ്മൾ അന്യഭാഷ പറയുന്നവരാ, അതുകൊണ്ട് ഞാൻ പരീക്ഷയിൽ തോറ്റുപോകുകയില്ലെന്നുള്ള ഒരു തെറ്റായ ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് പരീക്ഷയിൽ തോക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി. ഞാൻ വിശദീകരിക്കാം. ഇവിടെ ഈ ശിഷ്യന്മാര്, കർത്താവ് അവിടെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്നാ? എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് അതിനോടുള്ള ബന്ധത്തിലാണ് അവിടെ നമ്മൾ കാണുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അവർ കിടന്നുറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ കിടന്നുറങ്ങിയത്? ഇവർ കിടന്നുറങ്ങിയതിൻ്റെ കാര്യം എന്നാ? നമ്മൾ പറയും ക്ഷീണം കൊണ്ടാണ് ഉറങ്ങിയെന്ന്. ക്ഷീണം കൊണ്ട് ഉറങ്ങും, ശരിയാ. പക്ഷെങ്കിൽ എത്ര ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നേ, ഒരു ഭയങ്കര പ്രശ്നം, പാതിരാത്രിക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്ഷീണിച്ച് 12 മണിയാകുമ്പോൾ കിടക്കാന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വലിയ ഒരു പ്രയാസമുള്ള ഒരു അസുഖം വന്നെന്നിരിക്കട്ടെ. ഒന്ന് ചിന്തിച്ചേ, നമ്മളെന്ത് ചെയ്യും? ഉറക്കം പോകുമോ ഇല്ലയോ? അതോ അന്നേരം ഉറക്കം തൂങ്ങിയിരിക്കുമോ? ഇല്ല. കാരണം ആ പ്രത്യേക സന്ദർഭം നമ്മുടെ ഉറക്കം മുഴുവൻ കളയും. ഏകദേശം അതുപോലെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇവരായിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ഇവരെന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. അതിൻ്റെ കാര്യം എന്നാ? കർത്താവിൻ്റെ വചനം പറഞ്ഞത്, കർത്താവ് പറഞ്ഞ വാക്കുകളെ അവരെന്ത് ചെയ്തില്ല? ഗൗരവമായിട്ട് എടുത്തില്ലെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ കാര്യം എന്നാ? വാക്യങ്ങൾ ശ്രദ്ധിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചെങ്കിൽ വരും. അതുകൊണ്ട് ഈ ഭാഗം തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായമാണ് നമ്മുടെ ചിന്താവിഷയം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, അതിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. നമുക്കറിയാം. നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഉടനെ ശിമോൻ പറയുന്ന മറുപടി എന്താ? നോക്കുക, കർത്താവ് പറയുകയാണ്, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് അനുവദിച്ചില്ല. ഉടനെ കർത്താവിനോട് ഈ ശിഷ്യൻ പറയുന്ന വാക്കിങ്ങനെയാണ്: ഞാൻ നിന്നോടുകൂടെ തടവ് വരട്ടെ, ഞാൻ എന്ത് ചെയ്യും? നേരിടുമെന്നാണ് പറയുന്നത്. എന്നോ വന്നാലും ഞാനതിനെ നേരിടും. പ്രിയമുള്ളവരെ, ഇത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ടെടുക്കാതിരിക്കുന്നതാണ് നമ്മൾ പരീക്ഷയിൽ തോറ്റുപോകുന്നതിൻ്റെ ആദ്യത്തെ പടി. ദൈവവചനത്തിൻ്റെ കൽപ്പന എന്താ? പാപം നിൻ്റെ വാതുക്കെ കിടക്കുക, അതിൻ്റെ ആഗ്രഹം നിന്നോടാ. അത് എന്നോടൊന്നും കയറി കളിക്കുകയില്ല. ഇതാണ് നമ്മുടെ ചിന്ത. പ്രിയരെ, ഞാനത് വിശദീകരിക്കാം. എന്നാൽ ഇത് അവരുടെ ആ രാത്രിയിൽ അവർക്ക് തുടർന്ന് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയെങ്കിലും
ഇവരുടെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ ഇവരുറങ്ങുകയില്ലായിരുന്നു. കാരണം പിന്നീട് നമ്മൾ വായിക്കുന്ന ഇത്ര ക്ഷീണിച്ചിരുന്ന ആൾക്കാരുടെ ഉറക്കമെല്ലാം എന്ത് ചെയ്യുന്നു? പമ്പ കടന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതിനെ ഗൗരവമായിട്ട് ഇവരെടുത്തിരുന്നെങ്കിൽ, ദൈവവചനത്തിന് അതിൻ്റെ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പരീക്ഷയിൽ പരാജയപ്പെടുകയില്ലായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞെന്താ? സാത്താൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു, പക്ഷേ പരീക്ഷയിൽ വീണുപോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പക്ഷെ ഇവർ എന്ത് ചെയ്തില്ല? നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർ ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് കണ്ടില്ല. 2, അവരുണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേദഭാഗം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഈ 4 സുവിശേഷങ്ങളിലുമുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് കർത്താവിൻ്റെ ഗെത്സമന തോട്ടത്തിലുള്ളതാകുന്ന പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇത് വളരെ പ്രാധാന്യത്തോടെ എഴുതിയിട്ടുണ്ട്. ക്രൂശീകരണത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. എൻ്റെ ഒപ്പം വരണേ. കർത്താവിനെ ക്രൂശിച്ചതിനെക്കുറിച്ചും കർത്താവിനെ വിസ്തരിച്ചതിനെക്കുറിച്ചും ഒക്കെ 4 സുവിശേഷങ്ങളിലും വിശദീകരണങ്ങൾക്ക് വാക്കുകൾ കുറച്ചും കൂടുതലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാ സുവിശേഷകന്മാരും നന്നായി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി എടുത്ത് നോക്കിയാൽ മതി. ഈ 4 സുവിശേഷങ്ങളിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്നാ? അതിൻ്റെ കാര്യം എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് ഈ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം നമ്മളൊന്ന് ഗ്രഹിക്കണം. അതായത് കർത്താവ് പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ, അല്ലെങ്കിൽ പരീക്ഷയിൽ വീണു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞേച്ച് കർത്താവ് ചെന്ന് വളരെ അതിവേദനയോടെ കർത്താവ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയാണ്. എന്താണ് കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും പരീക്ഷ? നമ്മൾ ആ വേദഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആദ്യം പ്രാർത്ഥിക്കുന്ന എന്തുവാ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അപ്പോൾ കർത്താവിന് ഒരു താല്പര്യമുണ്ട്. ഏത് താല്പര്യം? ഈ പാനപാത്രം ഒന്ന് നീങ്ങണമെന്ന താല്പര്യമുണ്ട്. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകുവാനായി കർത്താവ് ആഗ്രഹിച്ചു. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലും കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നു. നോക്കണേ, കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. എന്നാൽ അല്പസമയം പിതാവിൻ്റെ സന്നിധാനത്തിൽ കർത്താവ് ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതിൻ്റെ 42-ാമത്തെ വാക്യം. രണ്ടാമത് പോയി, പിതാവേ, നോക്കുക, പിതാവേ, അപ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പോലെ ഈ കാര്യങ്ങൾ പിതാവെ അവിടുന്ന് നടത്തി തരണമെന്നാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പം കർത്താവിന് ഒരു കാര്യം മനസ്സിലായി. പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമല്ല. പ്രാർത്ഥനാ മുറി കയറിയിട്ട് ഈ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥനയാണോ ഇപ്പോഴും, അതോ
പിടിച്ചു വച്ചേക്കുന്നതിൽ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? അതോ പിടിച്ചു വെച്ചേച്ച് അതുപോലെ ഇറങ്ങിപ്പോരുകയാണോ? അതോ അത് ദൈവഹിതമാണെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പോടുകൂടെയാണോ ഇറങ്ങിപ്പോരുന്നത്? ഇത് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ പ്രാർത്ഥന ഇഫക്റ്റീവ് അല്ല. പ്രിയരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ: പിതാവേ, അങ്ങയ്ക്ക് സകലവും കഴിയുമല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിതാവേ, അങ്ങയ്ക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഞാൻ ക്രൂശിക്കപ്പെടാതെ തന്നെ അങ്ങയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. അതാ അതിൻ്റെ അർത്ഥം എൻ്റെ ചിന്തയിൽ. ആകട്ടെ, എന്നാൽ കുറച്ചു നേരം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ടെംപ്റ്റേഷൻ കർത്താവ് ഓവർകം ചെയ്തു. ഏതാ ടെംപ്റ്റേഷൻ? എനിക്കൊരിഷ്ടമുണ്ട്, അത് നടന്നാൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കുറേ നേരം പിതാവിൻ്റെ സന്നിധാനത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഗെത്സമനയിൽ കർത്താവ് പിന്നെ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. പ്രിയരെ, ദൈവ ഇഷ്ടം നടക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും ദൈവത്തിലുള്ള ആശ്രയബോധവും തരുന്ന പ്രാർത്ഥനയാണ് ദൈവസന്നിധാനത്തിൽ ഇഫക്റ്റീവ് പ്രാർത്ഥന. അല്ലാത്തുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ 106-ാം സങ്കീർത്തനത്തിലും പുറപ്പാട് പുസ്തകത്തിലും നമ്മൾ വായിച്ചതുപോലെയുള്ള പ്രാർത്ഥനയാണ്. അവരുടെ പ്രാണങ്ങൾക്ക് ക്ഷയമയച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ശിഷ്യന്മാരോട് പറയുകയാണ്: നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷ തൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ള താല്പര്യം എന്ന പരീക്ഷ. അതിനെ കർത്താവ് ഓവർകം ചെയ്ത് ജയിച്ചത് ഗെത്സമന തോട്ടത്തിൽ വെച്ച പ്രാർത്ഥനാ സന്ദർഭത്തിൽ വെച്ച. രണ്ടാമത്തെ ടെംപ്റ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഈ സേവകന്മാർ